എൻ്റെ ബ്രോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു വലിയ സന്തോഷമായിരുന്നു. നമ്മൾ കൺവെൻഷനൊക്കെ പോകുന്നൊരു നല്ലൊരു പ്രതീതിയായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ പ്രത്യേകിച്ച് തീമും അതിൻ്റെ പ്രസൻറ്റേഷനും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. എല്ലാവരുടെയും സഹകരണവും, പ്രത്യേകിച്ച് സഭയുടെ ഭയങ്കര സപ്പോർട്ട്, എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും ഒക്കെ പറ്റിയത് വലിയ കാര്യം. പിന്നെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും അതുപോലെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതുപോലെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കാര്യങ്ങളെല്ലാം നിസ്സാരം കുഞ്ഞുങ്ങളൊരു കളിയോ ചിരിയോ ആയിട്ട് മാത്രം മാറാതെ അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യവും നിയന്ത്രണവും, പരിശുദ്ധാത്മ നിയന്ത്രണവും എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അവിടെ സ്റ്റേജിൽ എടുക്കുന്ന ക്ലാസ് ആണെങ്കിലും മറ്റേ തിരിച്ചുള്ള ക്ലാസ്സുകളാണെങ്കിൽ തന്നെയും അത് പൂർണ്ണമായിട്ട് ദൈവിക സാന്നിധ്യത്തിൻ്റെ തന്നെ നിയന്ത്രണമായിരുന്നു. മനുഷ്യൻ വേറെയും BBS ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിലേ. അപ്പം അവിടെയൊക്കെ ഉള്ളതിൽ നല്ലൊരു കോർഡിനേഷൻ അത് പരിശുദ്ധാത്മാവിൽ തന്നെ അവിടെ നടന്നത് കണ്ടു. പിന്നെ വ്യക്തിപരമായി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായി. സനോഷ് ബ്രദർ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല സാക്ഷ്യം പറഞ്ഞതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വലിയ പ്രതിസന്ധി എനിക്ക് ജീവിതത്തിലുണ്ടായി. പക്ഷേ അതിനെയൊക്കെ ആ BBS അതൊന്നും അല്ലാതാക്കി കളഞ്ഞെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെല്ലാം ആണെങ്കിലും തലമുറകളെക്കുറിച്ച് വലിയൊരു ഭാരമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. സഭയിൽ നമ്മളതിനെ ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഉണർത്തിയെടുക്കാൻ നോക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് പറ്റിയില്ല നമ്മുടെ സഭയിൽ. ആ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്നത്. അവരെല്ലാവരും ഇന്നലെ അവരുടെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര അടിപൊളി എന്നല്ല അവർ പറയുന്നത്, ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അതിൻ്റെ വലിയൊരു ഉത്സവം പോലെയായിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ BBSന് വന്നത്. നമ്മുടെ മകനൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽപ്പിച്ച് ഒത്തിരി നിർബന്ധിച്ചാൽ മാത്രമേ എല്ലാ കാര്യത്തിനും പോവുള്ളൂ. പക്ഷേ അവർ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെയായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ തന്നെ ആങ്ങളയുടെ കൊച്ചിൻ്റെ കല്യാണമായിരുന്നു. സാധാരണയായിട്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ അവിടെ തകർത്ത് വാറേണ്ടതാണ്. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഞങ്ങൾ കല്യാണ വീട്ടിൽ പോയപ്പോൾ വൈകിട്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി നമ്മളെങ്ങനെ നാളെ കല്യാണത്തിന് പോകണം, BBSന് പോകണം? ഞാൻ ചോദിച്ചു, നിങ്ങളെന്നാ പറയുന്നത്, നാളെ ലാസ്റ്റ് ദിവസമല്ലേ, നമുക്ക് BBSന് പോകണ്ടേ? പോകണം ആൻറ്റി, പോകണം. എന്നിട്ട് നമുക്ക് ഇടവേളയ്ക്ക് പോയി ആഹാരം കഴിച്ചാലോ? അവരിങ്ങോട്ട് തന്നെ പറയുക. രാവിലെ ആയപ്പോഴും അതുപോലെ ഈ കല്യാണത്തിന് അവർക്ക് സിനിമാറ്റിക് ഡാൻസ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. പക്ഷേ അവരത് വേണ്ടെന്ന് വെച്ച്. ഇന്നലെ ആ ആരാധന കഴിഞ്ഞിട്ട് അവരവിടെ ചെന്നപ്പോഴായിരുന്നു അതിൻ്റെ സമയം. ആഹാരത്തിനുള്ള സമയത്ത് വേണമെങ്കിൽ അവർക്ക് സ്റ്റേജിൽ കയറായിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന രാവിലത്തെ ആ ഡെഡിക്കേഷൻ അതുകൊണ്ട് അവരത് ചെയ്തില്ല. അവർ ഇന്നലെ ആ സ്റ്റേജിൽ കയറിയില്ല, അവർ ഡാൻസും ചെയ്തില്ല. അവർ പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോകാം ആൻറ്റി എന്ന് പറഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. അത് ആ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹവും പറഞ്ഞിട്ട് ലാസ്റ്റത്തെ സെക്ഷനിൽ ഇവിടെയുള്ള സകല പിള്ളേരും ഉണ്ടായിരുന്നു. ഒരു 5-8 പിള്ളേരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു പാസ്റ്ററിൻ്റെ കൂടെ. അങ്ങനെ കൂടാൻ പറ്റാത്തത് ബാക്കിയുള്ള പിള്ളേർക്ക് സങ്കടമായിപ്പോയി. അതുപോലെ നല്ല ഒരു അനുഗ്രഹമായിരുന്നു വ്യക്തിപരമായിട്ട്. പിന്നെ എനിക്ക് പറയണ്ടല്ലോ ബ്രോ, ഇന്നലെ ആനന്ദത്താൽ ഞാനങ്ങ് കരയുമായിരുന്നു. രാവിലത്തെ സെക്ഷനും ദൈവം അതിനുവേണ്ടിയാണല്ലോ ഇതിനെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്നത് എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ടായി. ഒരുപാട് നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ട് സനോഷ് ബ്രദർ ചെയ്തത് നിസ്സാര കാര്യമല്ല. നമ്മളെ ക്ഷണിക്കാനും അവിടെ വരാനും ഒക്കെ പറ്റിയത് മറ്റേ സങ്കീർത്തനത്തിലെ വാക്യം പോലെ എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം എനിക്കൊരു സഹായമായി, ആശ്വാസമായി. അതിൽ ഓരോ കുഞ്ഞുങ്ങളും അവർ സാക്ഷ്യം പറഞ്ഞ് എനിക്ക് അത്ഭുതമായി പോയിട്ട് ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞത് വലിയൊരു ആശ്വാസമായിരുന്നു. ആശ്വാസം എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ തന്നെ അങ്ങനെ പറഞ്ഞേ, അതങ്ങനെ ആൻറ്റി, അത് ഒരു പ്രത്യേക ഒരു സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു. പറഞ്ഞില്ല, എൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു, അവന് ഭയങ്കര എക്സ്പീരിയൻസ് പോയി. അവനോട് ഇന്നലെ അവൻ സ്നാനപ്പെടാനും തീരുമാനിച്ചു, രക്ഷിക്കപ്പെട്ടു. ആത്മാവിലെ അഭിഷേകത്തെപ്പറ്റി കൂടുതൽ അറിയത്തില്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ അവൻ പറഞ്ഞു വലിയൊരു സമാധാനമായിരുന്നു.
അങ്ങനെ വലിയ അനുഗ്രഹമായിരുന്നു. വ്യക്തിപരമായിട്ടും എൻ്റെ കൂടെ വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, അതുപോലെ ടീച്ചറിനും, ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞുങ്ങൾക്കും എല്ലാം വലിയ അനുഗ്രഹമായിരുന്നു. എൻ്റെ എല്ലാം പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രയത്നവും, മറ്റേ കുന്തിലേഖത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു ആൾ പറഞ്ഞ പോലെ തന്നെ ബ്രദറിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിനുള്ള പ്രതിഫലം കർത്താവ് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. അവരെല്ലാം ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ നമ്മുടെ ഹൃദയം യേശുവിന്റെ കൈകളിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. നമ്മുടെ സ്നേഹം നമുക്ക് യേശുവിന്റെ കൈകളിലേക്ക് ഒന്ന് കൊടുക്കാം. ഇന്ന് എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നു? യേശുവിനോട് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹൃദയം യേശുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ, ഐ ലവ് യു ജീസസ്. വായി തുറന്ന് പറഞ്ഞാട്ടെ, ഐ ലവ് യു ജീസസ്. േക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുവാൻ ഈ ഹൃദയങ്ങളെ കർത്താവ് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമോഹങ്ങളെക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുവാൻ കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ.